പശ്ചിമേഷ്യയിൽ നടക്കുന്ന വളരെ ചെറിയ ചലനങ്ങൾ പോലും വളരെ വിപുലമായ രീതിയിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അതിന് രാഷ്ട്രീയവും ചരിത്രപരവുമായ നിരവധി കാരണങ്ങളുണ്ട്. കാരണം കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങളും സാമ്പത്തികമായി ആശ്രയിക്കുന്നത് ഗൾഫ് മേഖലയാണ് എന്നതുകൊണ്ടും പരമ്പരാഗതമായി കേരളവും ആ മേഖലയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങൾ കൊണ്ടും ആ മേഖലയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്കയാണ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഇറാൻ ഒരാഴ്ചയായി ഗൾഫിലെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള അവരുടെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേവലം സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, പലപ്പോഴും സിവിലിയൻ ടാർഗറ്റുകൾ കൂടി ഈ ആക്രമണത്തിൻ്റെ പരിധിയിൽ വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഈ ഒരു ആക്രമണം ഇങ്ങനെ തുടർന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു തിരിച്ചടി ഉണ്ടാവും എന്നാണ് ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പറയുന്നത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം മറ്റൊരു ലെവലിലേക്ക്, മറ്റൊരു തലത്തിലേക്ക് മാറി വരും എന്നുള്ളത് തീർച്ചയാണ്. കാരണം അത് ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള യുദ്ധം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. തീർച്ചയായും അമേരിക്കയും ഇസ്രയേലും ആഗ്രഹിക്കുന്നതും അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഇറാൻ എന്ന ഷിയ രാജ്യവും ഗൾഫിലുള്ള സുന്നി രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സംഘട്ടനമായി, അല്ലെങ്കിൽ ഷിയ സുന്നി സംഘടനകളുടെ തുടർച്ചയായിട്ട് ഈ യുദ്ധത്തെ മാറ്റിമറിക്കാനുള്ള ഒരു വ്യാഖ്യാന തന്ത്രമായിട്ട് പോലും ഇത് കാണാവുന്നതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചകളെ നമ്മൾ കാണേണ്ടത്. കാരണം കേരളത്തിലും ഇപ്പോൾ നടക്കുന്ന ഒരു വിഭാഗം ആളുകൾക്കിടയിൽ നടക്കുന്ന ചർച്ച എന്നുള്ളത് ഇതൊരു ഷിയ സുന്നി പ്രശ്നം എന്ന രീതിയിലാണ്. കാരണം ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാമിനെയുടെ വധത്തിന് ശേഷം മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ നേതാവ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഈ റമളാൻ മാസത്തിൽ രക്തസാക്ഷിയായ ഇദ്ദേഹത്തെ, ഈ ഇറാൻ നേതാവിനെ അനുസ്മരിക്കുകയാണ്. ഈ രക്തസാക്ഷിത്വം വരാനിരിക്കുന്ന ഒരുപാട് അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഊർജമാവും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രതികരണമായിട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന്, ചില സലഫി കേന്ദ്രങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും ഒരു വലിയൊരു അസഹിഷ്ണുത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ഷിയ ഭരണാധികാരിയെ അല്ലെങ്കിൽ ഷിയ നേതാവിനെ ഇങ്ങനെ പ്രശംസിക്കുന്നതിൽ ഒരു പ്രശ്നമായിട്ടാണ് അവതരിക്കപ്പെടുന്നത്. നമുക്കറിയാം, കേരളത്തിലെ സുന്നി ഷിയ തർക്കം എന്നുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിലാണ് കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് മുഹമ്മദ് ഷാ എന്ന ഒരു സൂഫി വര്യൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്താധാരയിൽ ഷിയ സ്വാധീനമുണ്ട് എന്നും അദ്ദേഹം ഷിയായിസമാണ് പ്രചരിപ്പിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിനിങ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായത്. പ്രത്യേകിച്ച് പൊന്നാനി കേന്ദ്രീകരിച്ച് ഈ മഖ്ദൂമി പാരമ്പര്യത്തിലുള്ള സുന്നി പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രതികരണം അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പ് എന്ന് പറയാം, ഷിയായിസത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ട രീതിയിൽ ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ധാരാളം പ്രസംഗങ്ങൾ, എഴുത്തുകളൊക്കെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അടിസ്ഥാനപരമായി അതൊരു വിശ്വാസപരമായ പ്രശ്നമാണ്. അതായത് സുന്നികൾ ഷിയാക്കൾക്കെതിരെ പറയുന്ന കാര്യങ്ങൾ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയുടെ അനുചരന്മാരെ, പിന്നീട് ഖലീഫമാരായ 3 പേരെ, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ, ഈ 3 പേരെയും മാത്രമല്ല മുഹമ്മദ് നബിയുടെ ഭാര്യയായ ആയിഷ ബീവിയെയും
വളരെ മോശമായ രീതിയിൽ ഷിയാക്കൾ ചിത്രീകരിക്കുന്നു എന്നുള്ളതായിരുന്നു സുന്നികളുടെ എക്കാലത്തെയും ഏറ്റവും വലിയ ഒരു ആക്ഷേപം എന്നത്. അത് വിശ്വാസപരമായിട്ട് കാലാകാലങ്ങളായി നിന്നുകൊണ്ടിരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. എന്നാൽ അതിനുശേഷം 1979 ശേഷം 79 ഇറാനിൽ വിപ്ലവം നടക്കുന്നത്. ആ വിപ്ലവത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് കോഴിക്കോട്ട് ഒരു പ്രകടനം നടക്കുകയുണ്ടായി. ആ കാലത്ത് തന്നെ ഷിയ ഭരണകൂടത്തോട്, പ്രത്യേകിച്ച് ഇറാനോട് ആഭിമുഖ്യമുള്ള ചെറിയൊരു സംഘം കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ആണ് പുതിയ ഒരു കാലഘട്ടത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഷിയ ഭരണകൂടം സ്ഥാപിക്കപ്പെടുകയും വ്യവസ്ഥാപിതമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കാനും തുടങ്ങുന്നത്. അങ്ങനെ ഷിയ ഇറാൻ ഭരണകൂടം അവരുടെ എംബസികളിലൂടെ, അവരുടെ കൾച്ചറൽ കേന്ദ്രങ്ങളിലൂടെ, സെൻറ്റേഴ്സിലൂടെ ഒക്കെ ആളുകൾ വരവും പോക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ ധാരാളം ഇറാൻ എംബസിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരികയും അവർ ഇവിടെയുള്ള മുസ്ലിം പണ്ഡിതന്മാരുമായും അല്ലാത്തവരുമായും ഒക്കെ ചർച്ച നടത്തുകയും ഇറാൻ ഫിലിം ഫെസ്റ്റിവലൊക്കെ സംഘടിപ്പിക്കുകയും മറ്റേതു രാജ്യവും അവരുടെ എംബസികളിലൂടെ നടത്തുന്ന പോലുള്ള പ്രവർത്തനങ്ങളാണ് ഇറാനും കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത് ഒരു ഗൂഢമായ ഒരു അജണ്ടയാണെന്നും കേരളത്തിലെ ഷിയായിസം പ്രചരിപ്പിക്കാനുള്ള വളരെ വലിയ ഒരു അജണ്ട, ഒരു ക്യാമ്പയിൻ ഇവിടെ നടക്കുന്നുണ്ടോ എന്നുമാണ് സലഫികൾ അക്കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കേരളത്തിൽ ഇറാൻ എംബസി മുഖാന്തരം നടന്നു വരുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന എന്ന രീതിയിലാണ് കേരളത്തിലെ സലഫികൾ അതിനെ അവതരിപ്പിച്ചത്. ചില വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ഷിയാക്കളുടെ ഏജൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുവരെയുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും സി ഹംസയെ പോലുള്ള ഒരു സൂഫി പണ്ഡിതൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹവും ഇറാൻ ഗവൺമെൻറ്റും ഇറാനിലെ ഇസ്ലാമിക പണ്ഡിതന്മാരുമായിട്ടുള്ള ബന്ധമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇദ്ദേഹം കേരളത്തിൽ ഷിയായിസം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന രീതിയിലുള്ള വലിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പ്രചരണം നടക്കുന്ന സമയം അത് വലിയ രീതിയിലുള്ള ഒരു ചലനമൊന്നും കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് നമുക്കറിയാം. എന്നാൽ 2024 ഒക്ടോബർ 7 ശേഷം ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റം, അന്ന് നടന്ന ഹമാസ് ആക്രമണത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള വലിയ പശ്ചിമേഷ്യയിലുണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ, ആ സംഘർഷത്തിൽ ഇറാൻ കൈക്കൊണ്ട നിലപാട് അത് വലിയ രീതിയിൽ കേരളത്തിൽ ഒരു ഇറാൻ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് വരികയുണ്ടായിട്ടുണ്ട്. അതായത് പശ്ചിമേഷ്യയിലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ രാജാക്കന്മാരൊക്കെയും ഈ സംഘർഷം നോക്കി നിൽക്കുകയാണ്. അവരുടെ മൗനാനുവാദത്തോട് കൂടിയിട്ടാണ് ഈ അമേരിക്കയും ഇസ്രയേലിൻ്റെയും ആക്രമണം നടക്കുന്നത് എന്നും ഈ ആക്രമണത്തിൽ ഫലസ്തീൻ്റെ കൂടെ നിന്നത് ഏക രാഷ്ട്രം അത് ഷിയ രാഷ്ട്രമായ ഇറാനാണ് എന്നും, അല്ലെങ്കിൽ ഷിയ സംഘടനകളായിട്ടുള്ള ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹൂത്തികൾ ആണ് എന്നും ഒക്കെയുള്ള പ്രചരണങ്ങൾ വലിയ രീതിയിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ സ്വാധീനിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇറാൻ എന്നുള്ളത് പാശ്ചാത്യ അധിനിവേശത്തെ ചെറുത്തു നിൽക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഫോക്കൽ പോയിൻ്റായി, ഒരു റാലിയിങ് പോയിൻ്റായിട്ട് ഈ ഇറാൻ മാറുന്നതും ഇറാന് കിട്ടുന്ന സ്വീകാര്യത, ആ സ്വീകാര്യതയിൽ കേരളത്തിലെ സലഫികൾക്ക് ഒരു വിഭാഗത്തിൽ വലിയ രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ 2 വർഷമായി ഈ സലഫി സോഷ്യൽ മീഡിയകളിലും അതുപോലുള്ള പ്രചരണങ്ങളിലും കാണുന്നത് ഇറാന് കിട്ടുന്ന ഈ പിന്തുണ എന്നുള്ളത് അത് ഷിയായിസത്തിന് കിട്ടുന്ന പിന്തുണയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. എന്നാൽ ഷിയായിസവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഭാഗങ്ങളിൽ നിന്ന് പോലും ഇറാന് പിന്തുണ കിട്ടുന്നത് ഈ കാര്യത്തിൽ ഇറാൻ എടുത്തത് ഒരു ആത്മാർത്ഥമായ നിലപാടാണ് എന്നൊരു തോന്നലെങ്കിലും ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ആഴ്ച നടക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ഇസ്രയേൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഖാംനഈ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അതോടുകൂടി ഇറാനും ഇറാൻ ഭരണകൂടത്തിനും ഈ കേരളത്തിലുണ്ടായിരുന്ന ഒരു സ്വീകാര്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഷിയായിസം അല്ലെങ്കിൽ ഷിയാക്കൾ എന്ന്
യാതൊരു രീതിയിലും പറയാൻ സാധിക്കാത്ത ഒരുപാട് വിഭാഗത്തിനിടയിൽ നിന്ന് തന്നെ ഈ ഇറാൻ ഭരണകൂടത്തിനും ഇപ്പോഴുള്ള ഇറാൻ ഗവൺമെൻറ്റിനും വലിയൊരു സ്വാധീനം, വലിയ ഒരു പിന്തുണ കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു കാര്യം ഒരുപക്ഷെ സലഫികൾക്ക് വന്ന ഒരു തെറ്റിദ്ധാരണ എന്നുള്ളത് ഇത് ഷിയായിസത്തിന് കിട്ടിയ പിന്തുണയാണ് എന്ന രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. വാസ്തവത്തിൽ മുമ്പ് അമേരിക്ക മറ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി നടത്തിയ ആക്രമണങ്ങളുണ്ടായിരുന്നു. ആ ആക്രമണ സമയത്ത് ആ രാജ്യങ്ങളുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, ആ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയെ പരമായി എതിർക്കുന്ന പല വിഭാഗങ്ങളും അന്ന് ഈ രാജ്യങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ആ ഒരു കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രത്തോടുള്ള പിന്തുണയല്ല, അന്ന് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെയാണ് ഷിയായിസം എന്ന ഒരു പ്രത്യയശാസ്ത്രത്തോടുള്ള അല്ലെങ്കിൽ ആ വിശ്വാസത്തോടുള്ള പിന്തുണയല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ അമേരിക്കയുടെ അന്താരാഷ്ട്ര പോലീസിംഗ് എന്ന സംവിധാനത്തോടുള്ള ഇപ്പോൾ അതിനെ എതിർക്കുന്നത് ഇറാനാണ് എന്നുള്ളത് കൊണ്ട് ഇറാന് കിട്ടുന്ന പിന്തുണയാണത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചയെ അത് ഒരു സുന്നി ഷിയ തർക്കം എന്ന രീതിയിൽ മാറ്റാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ഇറാൻ ആക്രമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഖാംനായി കൊല്ലപ്പെടുന്നത് അദ്ദേഹം ഒരു ഷിയ നേതാവായത് കൊണ്ടല്ല എന്നുള്ളതാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒന്നാം നമ്പർ ശത്രു ആയതുകൊണ്ടാണ് അദ്ദേഹം ആക്രമിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അതിനെ മനസ്സിലാക്കാതെ കേരളത്തിൽ നിലനിന്നിരുന്ന വളരെ വിഭാഗീയമായ സംഘടനാപരമായ പ്രശ്നങ്ങളെ ഇതിനുള്ളിൽ വലിച്ചിടുകയും പണ്ട് ഉണ്ടായിരുന്ന സുന്നി ഷിയ തർക്കത്തിലേക്ക് ഇപ്പോൾ നടക്കുന്ന ഇറാൻ പ്രശ്നത്തെയും വലിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് മാത്രമല്ല, അത് ഒരു തരത്തിൽ ഇസ്രായേലിനും അമേരിക്കയും നടക്കുന്ന ആക്രമണങ്ങളെ ന്യായീകരിക്കുന്നത് പോലെ ആയിത്തീരുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.